എന്റെ തനി നിറം ഞാനിന്ന് പുറത്താക്കും. അമ്മയ്ക്ക് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം ഇവിടെ നമ്പർ 1 ഫ്രോഡാണെന്ന്. ഇതിന്റെ കല്ലുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പ്രസന്റേഷൻ കൊടുക്കാൻ നന്നായിരിക്കും. പക്ഷെ ഇതിന്റെ വാല്യൂ അറിയാവുന്നവർക്ക് വേണം കൊടുക്കാൻ. ഒരു മിനിറ്റ്. നീ ഇനി എങ്ങനെയെങ്കിലും ഫൈനൽ കണ്ടസ്റ്റന്റ്സിന്റെ കൂട്ടത്തിൽ ഈ നറുക്ക് കൂടി ഇടണം. അതോടുകൂടി അവളുടെ കാര്യം ക്ലോസ്. ഇതിലും ഭേദം നീ അച്ഛനെ കൊന്നാ മതിയായിരുന്നു. അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് തികച്ചും ഒരു പുതിയ താരത്തെയാണ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. ഇവിടെ മത്സരത്തിൽ പങ്കെടുത്തതിന് കാരണക്കാരി നീയാണെന്നോ? നീ വലിയ ഹീറോയിനെ പോലെ ഉണ്ടെന്നും അവരുടെ അടുത്ത ആർട്ട് ഫിലിമിൽ നീ അഭിനയിച്ചാൽ ലക്ഷങ്ങൾ തരാമെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ നിനക്ക്? നന്ദനെ ഇഷ്ടപ്പെട്ടോന്ന? ഇതാണ് പറ്റിയ സമയം. ഈ അവസരം മുതലാക്കി രക്ഷപ്പെട്ടു. ഇതൊരു ജീവൻ മരണ പോരാട്ടം. എന്റെ അമ്മ തോൽക്കാതിരിക്കാൻ കൂടെ പിറന്നവനെ കൊന്നിട്ട് ജയിലിൽ പോവാനും ഞാൻ തയ്യാറാണ്. You know, I'm in love. I can feel the everlasting magic of love in every moment. What? You know, I'm in love. I can feel the everlasting magic of love in every moment. What? You know, I'm in love. I can feel the everlasting magic of love in every moment. What? ഈ ഫോട്ടോകൾ നിന്റെ അമ്മ കണ്ടാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ചിന്തിക്കാൻ പോലും പറ്റില്ല. വിലാസിനെ, കൃഷ്ണേട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ഈ തൃച്ചംബരത്ത് 20 തലമുറകളായി മരുമക്കൾ അണിഞ്ഞു കയറുന്ന ആഭരണങ്ങൾ ഒരടുക്കളക്കാരിക്ക് ഇടാൻ കൊടുക്കാനോ? നോ വേ, ഒരിക്കലും നടക്കില്ല, ഒരിക്കലും. അഖിലേ, പെട്ടെന്ന് ഞാനതൊന്നും ചിന്തിച്ചില്ലെന്നേ ഉള്ളൂ. ഇത് 100 കോടിയുടെ പ്രോജക്റ്റാണ്. അതും ലോകോത്തര കമ്പനിയുമായിട്ടുള്ള ടൈപ്പ്. അത് കളയുന്നത് ബുദ്ധിമോശമാണെന്ന് ഞാൻ പറയും. നീ നമ്മുടെ ആനന്ദിന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. അവന്റെ ടെൻഷൻ കാണുന്നില്ലേ നീ? നോ പ്രോബ്ലം സർ, ഞാൻ വേറെ വഴി അന്വേഷിക്കാം. ഹലോ, ആനന്ദ. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. നീ ഇപ്പോഴും SBI സൗത്ത് ബ്രാഞ്ചിലല്ലേ? നീ എന്താടാ ഒന്നും അറിയാത്ത പോലെ?
2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ? ശരി, എങ്കിൽ കേട്ടോ. ഞാൻ സൗത്ത് ബ്രാഞ്ചിലെ മാനേജറാണ്. പേര് അനിൽകുമാർ. ഏയ് അതല്ലടാ, ആരെങ്കിലും ലോക്കറിൽ ട്രഡീഷണൽ ആഭരണങ്ങൾ എങ്ങനെ വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അയ്യോ ഇല്ലല്ലോ. അഥവാ ഉണ്ടെങ്കിലും ലോക്കറിന് സാധനങ്ങൾ എടുക്കുന്ന ഭയങ്കര റിസ്ക്കാ. ഓക്കെ ശരിടാ, ഞാൻ വിളിച്ചോളാം. അഖിലേ, നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ ആനന്ദ് ഓരോരുത്തരെയും മാറി മാറി വിളിക്കുന്നത്. അവന്റെ മുഖത്ത് ടെൻഷൻ കണ്ടാലേ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നുന്നു. അമ്മേ, UK ഡൊണാൾഡ്. ഹലോ Mr. Anand, what happened? No call, no message? Are you sending it or not? This photo is very important for our discussion. Yes sir, I'll send it as soon as possible. Make it fast, Mr. Anand. Delaying this photo will lose this opportunity. I think you follow my point. Yes sir, I do. I'll send it immediately. കമല. യെസ് മാം. ഷെൽഫിൽ ആമാടപ്പെട്ടിയിലിരിക്കുന്ന ആഭരണങ്ങൾ എടുക്കണം. യെസ് മാം. ആ മന്ത്രവാദി പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പൗർണമി അവളുടെ മരണത്തിലേക്ക് സ്വയം പുറപ്പെട്ട് ഇറങ്ങിയിരിക്കുക. നമുക്ക് രണ്ടുപേർക്കും കൂടെ മുരളിയുടെ വീട് വരെ ഒന്ന് പോയി അവൾ അവിടെ ഉണ്ടോന്ന് നോക്കിയിട്ട് വന്നാലോ? ഉണ്ടെങ്കിൽ അവളെ കൈയോടെ ഇങ്ങനെ വിളിച്ചോണ്ട് വരാം. നമുക്കൊന്ന് പോയി നോക്കിട്ട് വരാം. ഇവൾമാർക്ക് എന്താ പറ്റിയ? കള്ളദീനം കാണിച്ചിരിക്കുന്ന ഇവളുമാരുടെ മുട്ടാലും ഒക്കെ നല്ല അടി വെച്ചു. അടി ആരടി? ഇന്ന് തുടങ്ങും വിലാസിനിയുടെ കളികൾ. തൃച്ചംബരത്തിന്റെ അടിവേരില ആദ്യത്തെ വെട്ട്. വിലാസിനി, എന്നാലും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് റൂട്ടിൽ തന്നെയാണ് മക്കളെ. കാര്യങ്ങൾ ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചതേ ഈ ഞാനാ. എനിക്കൊരാവശ്യം വരുമ്പോ മാമനത് മറന്നേക്കരുത്. ഇല്ലടാ, ഈ ജന്മത്ത് ഞാനത് മറക്കൂ. നിന്റെ മഹാരാജാവായിരുന്ന വസുദേവൻ ഈ കംസനുമായി മല്ലയുദ്ധം നടത്താനുള്ള സന്ദേശം അയക്കും. സൂര്യാസ്തമയത്തിന് അല്പസമയമേ ബാക്കിയുള്ളൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവരുടെ അവസ്ഥയ്ക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ഈശ്വരൻ രക്ഷിക്കാതിരിക്കില്ല. ഒരുപാട് സ്നേഹത്തോടുകൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു അഞ്ജന അപ്പുക്കുട്ടൻ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കുകളൊന്നുമില്ല, എന്നാലും ഉണ്ണിക്കുശുമ്പ് ഉണ്ടാവുമല്ലോ. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അതെ, പെണ്ണുങ്ങൾക്ക് എന്തായാലും മനോജേട്ടനെ സമ്മതിക്കണം. മനോജേട്ടന്റെ വിധി. അതെ, വിധി. കൊറേ മനോജേട്ടന്മാരുണ്ടല്ലോ അല്ലേ? അതെ, പിന്നെ ഉണ്ടോ? ആ ഉണ്ട്. നമ്മളെ പോലെ നാണം കെടുത്തിട്ട് ഞാൻ ആ പരാതി പിൻവലിക്കാന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്ന് ഏട്ടൻ വെറുതെ നുണ പറഞ്ഞതാ. താനീ 2000 കിലോ കൊണ്ട് വല്ല കളിപ്പാട്ടം വാങ്ങാൻ ഇറങ്ങിയതാണ്. പിന്നെ സിനിമയിലുള്ള ഒരു പാട്ട് പാടുന്നതിന് ഇത്ര 3 ലക്ഷം രൂപ ചോദിച്ചാൽ എവിടുത്തെ എടുത്തിട്ട് കൊടുക്കാനാ? പിന്നെ സിനിമയിലെ പാട്ടല്ല, അല്ലെ വീട്ടിൽ വേറെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന പാട്ടൊന്നും അല്ലല്ലോ. അല്ല, ഈ ചേച്ചി വേണ്ടെങ്കിൽ വരുന്നില്ലേ? വേണ്ട,
നമുക്ക് റിമി